ഗാസക്കാർ, അഫ്ഗാൻകാർ, അതുപോലെ തന്നെ കാശ്മീരികൾ, ഇവരൊക്കെ വലിയ ശല്യക്കാരാണെന്ന് തോന്നുന്നു. ഇവർക്ക് ചാകാൻ മടിയില്ല, കൊല്ലാനും മടിയില്ല. കൊല്ലുക, കൊല്ലപ്പെടുക, ഇതൊരു വിശ്വാസ സത്യമായിട്ട് അവർ അംഗീകരിക്കുന്നു എന്ന് തോന്നുന്നു. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക, ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുക, അതൊരു തത്വശാസ്ത്രമായിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു വ്യക്തിയായിരിക്കണമല്ലോ കഴിഞ്ഞ ദിവസം വാഷിങ്ടൺ DC വന്ന് 2 പട്ടാളക്കാരെ, സൈനികരെ ആക്രമിച്ചത്. അയാൾ 3000 മൈൽ, വാഷിങ്ടൺ സ്റ്റേറ്റിൽ നിന്ന് 3000 മൈൽ വണ്ടി ഓടിച്ചു വന്നു, ഒരു കൈത്തോക്കുമായിട്ട് വന്ന് ഇവരെ വെടിവെച്ചിട്ടു. അതിൽ ഒരാൾ മരിച്ചു. ഇയാളെ പിന്നെ വേറൊരു പട്ടാളക്കാരനെ ആക്രമിച്ച് ഇയാളിപ്പോൾ ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരുന്നു. അപ്പോൾ ഇയാൾ ഈ 2021 അഫ്ഗാൻ അലൈസ് വെൽക്കം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്രോഗ്രാമിൽ വന്നതാണ്. കാരണം അഫ്ഗാനിലെ യുദ്ധകാലത്ത് CIA അമേരിക്കയും ഒക്കെ ഇയാൾ സഹായിച്ചതാണ്, വളരെ സഹായിച്ച വ്യക്തിയാണ്. കാരണം അവിടെ അയാൾ തുടർന്ന് കഴിഞ്ഞാൽ പിന്നെ താലിബാൻകാർ വെച്ചേക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്ക ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞ് അയാളുടെ ആ അഭയാർത്ഥി അപേക്ഷ തള്ളിക്കളഞ്ഞു എന്നാണ് നമ്മൾ ആദ്യം കരുതിയിരുന്നത്. അങ്ങനെയല്ല, അയാൾക്ക് അഭയാർത്ഥി അപേക്ഷ അംഗീകരിക്കുകയാണ് ചെയ്തത് ഈ ഏപ്രിൽ ട്രംപിൻ്റെ ഭരണകാലത്ത് തന്നെ. അപ്പോൾ അങ്ങനെ അഭയാർത്ഥി അപേക്ഷ അംഗീകരിച്ചുവെങ്കിൽ അയാൾക്ക് ഇവിടെ തുടരാം, പിന്നെ ക്രമേണ ഗ്രീൻ കാർഡ് കിട്ടും, ജോലി ചെയ്യാം, പ്രശ്നങ്ങളില്ല. അയാൾക്ക് ഭാര്യയും 5 മക്കളുമുണ്ട് ഈ ചെറുപ്രായത്തിൽ തന്നെ. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് പകരം ഇയാൾ ഇതിനാണ് ഇറങ്ങി പുറപ്പെട്ടത്, ആക്രമിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചാകാനും വേണേൽ ചത്തേക്കാമെന്നായിരിക്കാം ഒരുപക്ഷെ അയാളുടെ മനസ്സിലിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം ഇതിനെപ്പറ്റി ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ഡെബി വാസർമാൻ പണ്ട് ഡെമോക്രാറ്റിക് ചെയർമാനായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ട്രംപിൻ്റെ നയങ്ങൾ മൂലമാണ് ഇത് സംഭവിച്ചതെന്ന്. പിന്നെ ഈ ഡെമോക്രാറ്റുകൾ പറയുന്ന കാര്യം, ഈ പട്ടാളക്കാർ ഈ നമ്മുടെ നഗരങ്ങളിലൊന്നും കാവൽ നിൽക്കേണ്ടവരല്ല, ജനങ്ങളെ നേരിടേണ്ടവരല്ല. അവർ പിന്നെ അതിർത്തിയിൽ നിൽക്കേണ്ടവരും നമ്മുടെ ശത്രുക്കളെ നേരിടേണ്ടവരുമാണ്. അപ്പോൾ അവരെ രംഗത്തിറക്കിയതാണ് ഇതിൻ്റെ എല്ലാം പ്രശ്നം എന്നാണ് പിന്നെ ഡെബി വാസർമാനൊക്കെ സൂചിപ്പിച്ചത്. പക്ഷേ അതിനെതിരെ അതിശക്തമായ രീതിയിൽ ഈ വൈറ്റ് ഹൗസ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇതെല്ലാം പിന്നെ ഡെമോക്രാറ്റുകളുടെ പിടിപ്പുകേട് കൊണ്ടാണ്, ബൈഡൻ ഭരണകൂടത്തിൻ്റെ കഴിവുകേട് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇങ്ങനെയുള്ള ആളുകളെ എല്ലാം കൊണ്ടുവന്ന് ഇവരെയൊന്നും വെറ്റ് ചെയ്യാതെ, ഇവരുടെയൊക്കെ ചെയ്തികളും ചിന്താഗതികളൊന്നും പരിശോധിക്കാതെ കൊണ്ടുവന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആളുകളുടെ മനസ്സിൽ കയറി നോക്കാനായിട്ട് നമുക്ക് പറ്റുമോ? ഇയാൾ അവിടെ വെച്ച് അമേരിക്കയെ സഹായിച്ച ആളാണ്, ഇവിടെ വന്ന് അമേരിക്കയെ വെറുക്കേണ്ട ഒരു കാര്യം കാണുന്നില്ല. പക്ഷേ അങ്ങനെയാണ് ആളുകളുടെ ചിന്താഗതി. അപ്പോൾ ഇതുകൊണ്ട് സംഭവിച്ചതെന്താണ്? ഈ 19 പിന്നെ അഫ്ഗാനിൽ നിന്ന് ഒരു തരം വിസ ഇങ്ങോട്ട് കൊടുക്കേണ്ടതെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തൽക്കാലത്തേക്ക് ഒരു തരത്തിലുള്ള വിസയും പിന്നെ കൊടുക്കില്ല. പിന്നെ അതുപോലെ തന്നെ 19 രാജ്യങ്ങളിൽ നിന്ന്, അഫ്ഗാൻ അടക്കം 19 രാജ്യങ്ങളിൽ നിന്ന് പിന്നെ ഗ്രീൻ കാർഡും മറ്റും കിട്ടിയവർ, 3-4 വർഷത്തിനുള്ള ഉള്ളിൽ ഗ്രീൻ കാർഡ് കിട്ടിയവരും അഭയാർത്ഥികളായിട്ട് വന്നവരും അവരുടെ എല്ലാ അപേക്ഷകളെല്ലാം പുനഃപരിശോധിക്കും. അപ്പോൾ അവരൊക്കെ ഏത് രീതിയിലാണ് വന്നത്, അവരുടെ ചിന്താഗതി എങ്ങനെയാണ്, അവരിവിടെ വന്നതിന് ശേഷം എന്താണ്, ഇതെല്ലാം പുനഃപരിശോധിക്കും. എന്തോ ഒരു ഉപദ്രവമാണ്. ഒരാൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്കെല്ലാം എത്രയോ ദോഷകരമായി ബാധിക്കുന്നു. ഇപ്പോൾ ഇത് നമുക്ക് ഇന്ത്യയോ ഒന്നും ഇതിൽ ഭാഗമല്ല എങ്കിൽ കൂടി ഇമ്മിഗ്രൻസിന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇമ്മിഗ്രൻസ് എന്ന നിലയിൽ നമുക്കും അത് പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ അയൽക്കാരൻ്റെ വീടിന് തീ പിടിക്കുമ്പം നമ്മളൊന്ന് സൂക്ഷിക്കണം, നമ്മുടെ വീടും സുരക്ഷിതമാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന ആരെങ്കിലുമൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവർക്കെല്ലാം വളരെ ദോഷമായിട്ട് ബാധിക്കുന്നു. അതിൻ്റെ കൂടെയാണ് ഇന്നിപ്പോൾ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഇല്ലീഗലായിട്ട് താമസിക്കുന്നവർക്ക് ഈ ടാക്സ് റീഫണ്ട്, പലതരത്തിലുള്ള ടാക്സിൽ നമുക്ക് റീഫണ്ട്, നമ്മൾ ഏൺഡ് ഇൻകം പിന്നെ റിഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ പലതരത്തിലുള്ള, അല്ലെങ്കിൽ കുട്ടികളുള്ളവർക്ക് ഉള്ള റിഡക്ഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊന്നും കിട്ടത്തില്ല, ഒന്നും തരത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഇവിടുന്ന് പിന്നെ പൈസ അയക്കുന്നത് $2000 കൂടുതൽ അയക്കുകയാണെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു സ്ഥിതി കൂടെ വരും. പിന്നെ അതിനൂടെയുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകി കഴിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പൊതുവിൽ മറ്റുള്ളവർക്കെല്ലാം ഏതെല്ലാം രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഈ ട്രംപിൻ്റെ ഇങ്ങനെയുള്ള നയങ്ങളെ മാഗാ റിപ്പബ്ലിക്കൻസും അതേ ഒരു വിഭാഗം ആളുകളും കൈയടിക്കുന്നുണ്ടെങ്കിലും ഈ പൊതുവിലുള്ള ജനങ്ങൾ എത്രമാത്രം ഇതിനോടെല്ലാം താല്പര്യം കാണിക്കുന്നു എന്നൊന്ന് പിന്നെ ചിന്തിക്കുന്നത് വളരെ രസകരമായിരിക്കും തോന്നുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്ക് നടന്ന ഇലക്ഷനിൽ വെർജീനിയയിലും ന്യൂജേഴ്സിയിലും പിന്നെ ഡെമോക്രാറ്റിക് പാർട്ടി വിജയം നേടി. അവിടെ ഗവർണർമാർ പിന്നെ ഡെമോക്രാറ്റുകൾ വിജയം നേടി. അതുപോലെ തന്നെ പിന്നെ പല സ്ഥലങ്ങളിലും ഇലക്ഷനിൽ എല്ലാം ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് നേട്ടമുണ്ടായത്. ഇനി ന്യൂയോർക്ക് സ്റ്റേറ്റിലെ വിജയത്തെപ്പറ്റിയാണ്. ന്യൂയോർക്ക് സ്റ്റേറ്റിൽ ഗവർണറുടെ ഇലക്ഷനൊന്നും ഇല്ലായിരുന്നു, ഗവർണറോ അസംബ്ലിമാൻ അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷേ പ്രാദേശിക തലത്തിൽ ഇലക്ഷൻ ഉണ്ടായിരുന്നു, കൗണ്ടി തലത്തിലൊക്കെ. അപ്പോൾ അതിലെല്ലാം കൗണ്ടി തലത്തിലൊക്കെയുള്ള ഇലക്ഷനെല്ലാം ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വൻ നേട്ടമുണ്ടായെന്നാണ് പറയുന്നത്. ഈ ട്രംപ് വിജയിച്ച സ്ഥലങ്ങളിൽ പോലും ഇപ്രാവശ്യം ഡെമോക്രാറ്റുകൾ വിജയിച്ചു.
അതുപോലെ തന്നെ ഡെമോക്രാറ്റുകളുടെ വോട്ട് ഏതാണ്ട് 1.3 മില്യൺ ഉണ്ടായിരുന്നു, ഇപ്പോൾ 1.6 മില്യനായി കൂടിയിരിക്കുന്നു. നേരെ മറിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഏതാണ്ട് 10-20% ഡെമോക്രാറ്റുകളുടെ വോട്ട് കൂടിയപ്പം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വോട്ട് ശതമാനത്തിൽ 1% വർധനവ് മാത്രമാണ് ഉണ്ടായതെന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഈ സ്ഥിരമായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി ജയിക്കുന്ന ഒരു 100 വർഷമായിട്ടും 150 വർഷമായിട്ടൊക്കെ വിജയിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ പോലും ഡെമോക്രാറ്റുകൾ വിജയിച്ചു എന്നാണ് ഈ ഈ മാധ്യമങ്ങളുടെ അനാലിസിസിൽ പറയുന്നത്. അപ്പം അങ്ങനെ അതുപോലെ തന്നെ ന്യൂയോർക്ക് സിറ്റിയിൽ ട്രംപിൻ്റെയൊക്കെ ശക്തമായ എതിർപ്പുണ്ടായിട്ടുകൂടി ഈ തീവ്ര ഡെമോക്രാറ്റിക് പക്ഷത്തുള്ള മാംദാനി വിജയിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ ഓരോ സ്റ്റേറ്റിലും പല രീതിയിൽ, ഇപ്പം ന്യൂയോർക്കിലെ കാര്യം അങ്ങനെ അതിശയിക്കേണ്ട കാര്യമില്ല. കാരണം ന്യൂയോർക്ക് എല്ലാ കാലത്തും ഡെമോക്രാറ്റിക് സ്റ്റേറ്റാണ്. ന്യൂയോർക്കും കാലിഫോർണിയയും പിന്നെ ചിക്കാഗോയും, ഇതൊക്കെ ചിക്കാഗോ, ഇല്ലിനോയും. അപ്പോൾ ഇങ്ങനെയുള്ള 2-3 സ്റ്റേറ്റുകൾ എപ്പോഴും ഡെമോക്രാറ്റിക് പക്ഷത്ത് നിൽക്കുന്നതാണ്. എങ്കിൽ കൂടി ആ ജനമുന്നേറ്റം, ജനങ്ങളുടെ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു സൂചന ആണ് നമ്മളതിൽ കാണുന്നത്. അപ്പോൾ അത് അടുത്ത മിഡ് ടേം ഇലക്ഷനിൽ, അടുത്ത നവംബറിൽ എങ്ങനെ ഇത് ബാധിക്കും എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. കാരണം അടുത്ത ഈ ഭരണം 2 വർഷം കഴിയുമ്പോൾ അന്നത്തെ ആ മിഡ് ടൈമിൽ ഈ ലഭിക്കുന്ന വോട്ടുകൾ അത് പിന്നീടുള്ള ഭരണത്തെ തീർച്ചയായിട്ടും സ്വാധീനിക്കും. പ്രത്യേകിച്ച് കോൺഗ്രസ്സിലൊക്കെ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയാണെങ്കിൽ, ഇപ്പോൾ തന്നെ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് കോൺഗ്രസ്സിൽ വളരെ നേരിയ ഭൂരിപക്ഷമാണ് ഉള്ളത്, 3-4 വോട്ടിൻ്റെയൊക്കെ. അപ്പോൾ ആരെങ്കിലുമൊക്കെ തോക്കുകയൊക്കെ പിന്നെ ഇലക്ഷനിൽ ഇലക്ഷൻ രംഗത്തുനിന്ന് മാറി നിൽക്കുക, മരിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലുമുള്ള ചെറിയ ഇലക്ഷനിൽ തോറ്റുപോകുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം കോൺഗ്രസ്സിലൊക്കെ ഭൂരിപക്ഷം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് ഭരണത്തെ ബാധിക്കുകയും ചെയ്യും. കാരണം ഒബാമയുടെ കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്, പ്രസിഡന്റ് ഒരു തീരുമാനമെടുക്കും, അത് കോൺഗ്രസും സെനറ്റും ഒക്കെ അത് കൈയോടെ അത് പാരവെക്കും. കാരണം വ്യത്യസ്ത പാർട്ടിക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ, അപ്പം വ്യത്യസ്ത പാർട്ടിക്കാർ അധികാരത്തിലിരുന്നാൽ എപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യമാണത്. അപ്പോൾ അത് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് അത് അടുത്ത വർഷത്തേക്കാണ് സമയമുണ്ട്. മാറ്റങ്ങൾ ഇതിനിടയ്ക്കും മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ടല്ലോ.